ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫേബർ എന്ന കമ്പനി പുതുതായി ഇറക്കിയ ഒരു ചിമ്മിനിയുടെ ഇൻസ്റ്റാളേഷനാണ്. ചിമ്മിനിയുടെയും ഹോബിൻ്റെയും ഇൻസ്റ്റാളേഷനാണ് ഇന്ന് കാണിക്കുന്നത്. ഏകദേശം ഒരു 2 മാസം മുമ്പ് ഫേബർ എന്ന കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ള ഹുഡ് പ്രീമിയ 3D+ എന്ന് പറയുന്ന ചിമ്മിനിയാണ്. അപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്തത്. ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തന്നെ ഫേബറിൻ്റെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ടെക്നീഷ്യൻ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫേബറിൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ വന്നിട്ട് അൺബോക്സിങ് ചെയ്യട്ടെ എന്ന് കരുതി. കാരണം ഇതിനകത്ത് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് അവർ നേരിട്ട് തന്നെ വന്ന് ചെയ്യട്ടെ എന്ന് കരുതി. പിന്നെ ടെക്നീഷ്യൻ വരുമ്പോൾ തന്നെ അലുമിനിയത്തിൻ്റെ പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സക്ഷൻ ചെയ്തിട്ടുള്ള പുകയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. ഇത് ഫ്ലെക്സിബിളാണ്. ഇങ്ങനെ പിടിച്ച് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ നീണ്ടു പോകും. അങ്ങനത്തെ ഒരു പൈപ്പാണിത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഭിത്തിയിൽ ഹോൾ ഇട്ടുണ്ടായിരുന്നില്ല. ഈ അലുമിനിയത്തിൻ്റെ പൈപ്പ് കടത്തുന്നതിനായിട്ടുള്ള ഹോൾ ഇടണം. ആ ഹോൾ നമ്മൾ മുന്നേ ഇട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഈ ടെക്നീഷ്യൻ വന്നതിന് ശേഷമാണ് ഇട്ടത്. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ഫീ കൊടുക്കണം. അപ്പം മുന്നേ തന്നെ കിച്ചൺ വർക്കൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് കിച്ചൺ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ ചിമ്മിനി വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മുന്നേ തന്നെ ഇതിനുള്ള ഹോളൊക്കെ ഇട്ട് വെക്കുകയാണ് നല്ലത്. അപ്പോൾ ആ ഹോൾ ഇടുന്ന സമയത്ത് ഒരുപാട് മണ്ണും പൊടിയൊക്കെ വരും. അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കാർബണിൻ്റെ പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനധികം ടൈമൊന്നും ആയിട്ടില്ല. 15 മിനിറ്റിനകത്ത് തന്നെ ഈ ഹോൾ ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ അലുമിനിയത്തിൻ്റെ പൈപ്പ് ഈ ഹോളിലൂടെ ഒന്ന് പുറത്തേക്ക് കുറച്ച് കടത്തി കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം വലിച്ചു നീട്ടി നമ്മുടെ ഈ ചിമ്മിനിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലുമിനിയം പൈപ്പ് ഇടൽ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചിമ്മിനിയുടെ ഫിറ്റിംഗ് ആണ്. ഇതിൻ്റെ ഡിസൈൻ കൂടി ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ പൗഡേർഡ് മെറ്റൽ സ്റ്റീലാണ്. പിന്നെ ഇത് ഓട്ടോ ക്ലീൻഡ് ചിമ്മിനിയാണ്. അതുപോലെ ഇതിനകത്തൊരു ഓയിൽ കളക്ടറും കൂടെ ഉണ്ടാവും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബാഫിൽ ഫിൽറ്ററാണ്. അതുപോലെ ഇതിനകത്ത് 6-way സെക്ഷനാണ്. അതായത് 6 ഭാഗത്ത് കൂടെയാണ് ഇതിൻ്റെ സക്ഷൻ പവർ. ചിമ്മിനിയുടെ ഈ ഒരു ഭാഗത്തേക്കാണ് അലുമിനിയം പൈപ്പ് കണക്ട് ചെയ്യണത്. പിന്നെ ഈ ഒരു ചിമ്മിനിക്ക് നോയ്സ് ലെവൽ വളരെ കുറവാണെന്നാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽസിൽ. പക്ഷേ അത്യാവശ്യം നോയ്സ് ലെവലൊക്കെ ഉണ്ട്. അതായത് നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ നോയ്സ് ലെവലും കൂടും. നോയ്സ് ലെവലെ പറ്റിയിട്ട് ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ചിമ്മിനികൾക്കകത്തെല്ലാം യൂസ് ചെയ്യുന്നത് എക്സോസ്റ്റ് ഫാനാണെന്നാണ്. പിന്നെ നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുൻപേ ചിമ്മിനിയുടെയും ഈ ഫിൽറ്ററിൻ്റെ ഒക്കെ മുകളിലുള്ള ഈ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് ഈ ഫിൽറ്റർ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സ്ക്രൂ സൈഡിലുണ്ടാവും, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വെക്കുന്നത് ഒരു ട്രേ ആണ്. ഈ ഒരു ട്രേയിലേക്കാണ് നമ്മുടെ ഫുഡിൻ്റെ പാർട്ടിക്കിൾസും ഓയിലൊക്കെ വന്ന് വീഴുന്നത്. ഈ ട്രേ ഒന്ന് ഇടയ്ക്കെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ചിമ്മിനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ടെക്നീഷ്യൻ പറഞ്ഞുതരും. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കും. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സൺസെല്ലും ചെയ്യാൻ പറ്റും, മാനുവലായിട്ടും ചെയ്യാൻ പറ്റും. സൺസെല്ല് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൈ കൊണ്ടൊന്ന് കാണിക്കുക. ഫസ്റ്റ് സ്പീഡ് വർക്ക് ചെയ്യും. പിന്നെ സ്പീഡ് കൂട്ടണമെങ്കിൽ വീണ്ടും കാണിക്കുക. സെക്കൻഡ് സ്പീഡിലേക്ക് വർക്ക് ചെയ്യും. വീണ്ടും സ്പീഡ് കൂട്ടണമെങ്കിൽ കാണിക്കുക. തേർഡ് സ്പീഡ് വർക്ക് ചെയ്യും. ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് 3 ബ്ലിങ്ക് ചെയ്യും. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ആവും. പെട്ടെന്ന് ഓഫ് ആണ് വീണ്ടും കാണിച്ചാൽ പെട്ടെന്ന് ഓഫ് ആവും. ഇനി മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഓൺ ചെയ്യുക. 3 സ്പീഡ് ഉണ്ട്. 1 2 2 3 ലൈറ്റ് വേണമെങ്കിൽ ഈ ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഈ സൗണ്ട് സൗണ്ട് മോഡിങ്ങളായിട്ട് നമുക്ക് അത് മോട്ടറാണല്ലേ നല്ല ഫാമിലി സൗണ്ട് ഉണ്ടായി നമുക്ക് ഈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. എപ്പോഴും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണമെന്നില്ലല്ലോ. ഓൺ ചെയ്യാൻ സ്വിച്ച് സ്വിച്ചിന് അതേ തന്നെ. അത് നമ്മൾക്കൊരു ഇതിൻ്റെ ഉള്ളിലായിട്ട് ആക്കിയത് മാത്രം അതേ സംവിധാനം തന്നെ. അതുപോലെ ലൈറ്റും അതിന്റെ ടച്ച് ബാൻഡിങ് അങ്ങനൊക്കെ വന്നു മാത്രം. വന്നു മാത്രം. ഇതൊക്കെ സ്വിച്ച് ബാൻഡിന് മോട്ടർ പോലത്തെ സാധനം ഉള്ളിൽ ഫാനും കാരണം ഇനി ഓഫ് ചെയ്യുമ്പോ അപ്പൊ ഇത് കുറയണതിനനുസരിച്ച് അതിന്റെ സൗണ്ടും കുറയൂലേ? അതിപ്പോ 1 സൗണ്ട് കൂടാ. ഇപ്പൊ എല്ലാ മോട്ടറും അങ്ങനെ സ്പീഡ് കൂട്ടുന്ന സൗണ്ട് ഇനി ഓഫ് ചെയ്യണമെങ്കിൽ അത് മറ്റേതുപോലെ തന്നെ ടച്ച് ചെയ്യാം. ടച്ചില് 3 ബ്ലിങ്ക് ചെയ്യും. 3 മിനിറ്റ് ഓഫ് ആവും. അല്ല പെട്ടെന്ന് ഓഫ് ആക്കണേ വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്. ഇനി ക്ലീൻ ചെയ്യാൻ നമ്മള് ഓൺ ചെയ്യാം. ഈ റൗണ്ട് ബട്ടണില് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിരിക്കുക. 9 കാണും. അപ്പൊ വിടുക. ബാക്കിലേക്ക് പോകും. 0 കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ഓഫ് ആവും. 10 മിനിറ്റ് ആണ് ഇതിന്റെ ഇത് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ട്രൈൻ എടുക്കുക. ഇതില് എണ്ണ ഉണ്ടാവും. കഴുകി കളയാം. ഈ 2 കുളത്തിൽ വെക്കുക. ഓക്കെ. പിന്നെ ഈ കാണിക്കുന്നത് ചിമ്മിനിയുടെ സക്ഷൻ പവറാണ്. അത് എത്ര കണ്ട് പുക വലിച്ചെടുക്കും എന്നുള്ളത് ഒരു കടലാസ് വെച്ച് കാണിച്ചു തരാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഹോബാണ്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബോഷ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഹോബാണ്. ഇത് ടെമ്പേർഡ് ഗ്ലാസ് ആണ്. അതുപോലെ 4 ബർണർ ഹോബാണ്.
ഇത് എളുപ്പം ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു വാഷർ ഇതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹോബ് ഈ കാണുന്ന ഹോളിലേക്കൊന്ന് ജസ്റ്റ് ഇറക്കി വെക്കുകയാണ് ചെയ്യണത്. പിന്നെ നമുക്കുള്ള ഗ്യാസിൻ്റെ സിലിണ്ടറൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ അതിലത്തെ ആ ഒരു പൈപ്പ് ഇതിൻ്റെ അടിയിലുള്ള ഈ നോസിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. വെക്കുമ്പോൾ ഈ 2 വെട്ട് നോക്കണ്ട, 2 വെട്ട് ഇതിലേക്ക് തരാവുന്ന രീതിയിൽ പ്രസ് ചെയ്യുക. കോട്ടങ്ങിഷ് അടിക്കാൻ തിരിക്കുക. പ്രസ് ചെയ്തിട്ട് 2 സെക്കൻഡ് നേരം തിരിച്ചിട്ട് പിടിക്കുക. കാരണം ഇതിൽ ഗ്യാസ് തുടങ്ങിയ സെൻസറുള്ള കാരണം 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പകർത്തും ഇതിലേക്ക് വരുമ്പോൾ ഫുൾ ഫ്ലെയിം ആയിട്ട് വരിക. അടിക്ക് തിരിച്ചുമ്പോൾ ലോ ഫ്ലെയിം ആയിട്ട് വരും. ഇങ്ങനെ തിരിച്ചിട്ട് ലൈറ്റ് കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.